ഇവിടെ മറ്റൊരു ഭാഗത്തായിട്ട് കുറെ സ്ത്രീകൾ നിന്നിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. ഇതെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മിക്സിംഗ് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത്? മിക്സിംഗ് കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് പ്ലോഡറിലൂടെ നൂഡിൽസ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഇതൊരു വലിയൊരു ലൈൻ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. 14 ചേരുവകൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ, രാമച്ചം, ചന്ദനം, കറ്റാർവാഴ, ആര്യവേപ്പ്. നമുക്ക് ഒരു ദിവസം ഒരു 10 ടൺ വരെ പ്രൊഡക്ഷൻ എടുക്കാവുന്ന ഒരു ലൈനാണ്. 10 ടൺ വരെ എടുക്കാം. അവിടെ നമ്മൾ കണ്ടത് ആയുർവേദ സോപ്പുകളാണ്. ഇവിടെ നമ്മൾ കോസ്മെറ്റിക് സോപ്പുകളാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രാൻഡിൽ മാത്രമാണ് ചെയ്യുന്നത്, അതല്ലാതെ പുറമെ മറ്റുള്ളവർക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കും? തീർച്ചയായും. F0 എന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ്. ഈസ്റ്റ് ഏഷ്യൻ കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. സോപ്പ് നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പലരും കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ ആയുർവേദ സോപ്പ് നിർമ്മിക്കുന്നത്, അതും എങ്ങനെയാണോ ആയുർവേദത്തിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് അത് ആ തനതായ രീതിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോപ്പ് കമ്പനി. ഈ ആയുർവേദം മാത്രമല്ല കേട്ടോ, പല ടൈപ്പ് സോപ്പുകൾ ചെയ്യുന്ന ഒരു വലിയൊരു ലൈൻ പ്രൊഡക്ഷൻ തന്നെയാണ് ഈസ്റ്റ് ഏഷ്യൻ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണണ്ടേ? നേരെ ഈസ്റ്റ് ഏഷ്യൻ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ഈസ്റ്റ് ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള സബ്ന മേഡം ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 12 വർഷം. ഹസ്ബൻഡായിട്ട് തുടങ്ങിയതാണ് നമ്മൾ ഈ സോപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ളത്. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പിന്നീടാണ് നമ്മൾ ആയുർവേദിക് പ്ലാന്റിനെ കുറിച്ച് ആലോചിച്ചതും ഇപ്പോൾ ഒരു വർഷമായിട്ട് ആയുർവേദിക് പ്രോഡക്ട്സ് നമ്മൾ വിപണിയിൽ ഇറക്കി തുടങ്ങിയത്. ഇനി എനിക്ക് എന്തായാലും അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്ഷൻ ലൈൻ നടക്കുന്നതാണ്. നമുക്ക് അതിലേക്ക് ഇടാം. ആദ്യം തന്നെ നമുക്ക് ആയുർവേദ സോപ്പ് എങ്ങനെ ചെയ്യുന്നു അത് നമുക്കൊന്ന് കണ്ടുകൂടെ? ഓക്കെ. നമ്മളിവിടെ നൂഡിൽ ബേസ് ആയിട്ടാണ് സോപ്പ് ചെയ്യുന്നത്. നൂഡിൽസിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട്? 14 ചേരുവകൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ, രാമച്ചം, ചന്ദനം, കറ്റാർവാഴ, ആര്യവേപ്പ് തുടങ്ങി 14 ചേരുവകൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത്? അതെ, ഡയറക്റ്റ് അല്ല. അതിലെ സത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ആറ്റി കുറുക്കിയെടുത്ത ഓയിലാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഇങ്ങനെ അതും നാച്ചുറൽ തന്നെയാണ് ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആയുർവേദം തന്നെ ധൈര്യമായിട്ട് പറയാം. അതെ അതെ. ഓക്കെ. ഇവിടെ മിക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മിക്സിംഗ് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത്? മിക്സിംഗ് കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് പ്ലോഡറിലൂടെ നൂഡിൽസ് ആയിട്ട് ഇങ്ങോട്ട് വരും. പിന്നീട് നമ്മുടെ ഈ കൺവെയറിലൂടെ ഇത് പാസ് ചെയ്തിട്ട് ഈ അപ്പർ പ്ലോഡറിൽ എത്തും. ഇതിന്റെ ഇടയിൽ നമ്മൾ തണുപ്പ് കൊടുക്കുന്നുണ്ടടുത്ത് തണുപ്പും ഹീറ്റ് കൊടുക്കേണ്ടടുത്ത് ഹീറ്റും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു കൂളിംഗ് ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ടോ? അതെ, കൊടുക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടി ഇവിടെ നിങ്ങൾ തണുപ്പിക്കുന്നത്? അത് നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ ക്യാരക്ടർ മാറാതിരിക്കാൻ വേണ്ടിട്ട്. ഓ, അതിന്റെ ചേഞ്ച് വരാൻ പാടില്ല. അതെ അതെ. ഇതിനുശേഷം നമ്മൾ വാക്യൂം ചാമ്പറിൽ എത്തുന്നു. അവിടെ വാക്യൂം കൊടുക്കുന്നത് എയർ ടൈറ്റ് ആയിട്ട് നമ്മുടെ ബാർ ഇരിക്കണം, വിള്ളലുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാം. അതിനുശേഷം ഹീറ്റ് കൊടുത്തതിന് ശേഷമാണ് ബാർ രൂപത്തിൽ ഇവിടെ നേരെ ഇങ്ങനെ ബാറായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അതിനുശേഷം സ്റ്റാമ്പിംഗ് മെഷീനിലാണ് നമ്മളുടെ ലാസ്റ്റ് മെയിൻ സ്റ്റേജ് നടക്കുന്നത്. അവിടെയാണ് നമ്മൾ ഏത് ഷേപ്പിലാണോ സോപ്പ് നമുക്ക് ആവശ്യം ആ രൂപത്തിലുള്ള ഡൈ ആയിരിക്കും നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഡൈന്റെ ഷേപ്പിനനുസരിച്ചുള്ള സോപ്പാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ സ്റ്റാമ്പിംഗ് മെഷീനിൽ വരുന്ന പുറത്തേക്ക് വരുന്ന സോപ്പുകൾ നമ്മുടെ ഈ കൺവെയറിൽ കൂടെ പാസ് ചെയ്യുന്നു. ഫസ്റ്റ് സ്ക്രീനിങ് ഇവിടെ നമ്മുടെ സ്റ്റാഫുകൾ നടത്തുന്നു. ഇവിടെ നിന്ന് എടുത്തതിന് പുറത്ത് വെക്കുകയാണ് വേണ്ടത്. അതെ അതെ. അപ്പൊ ഇവിടെ ഒരു സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അതെ, ക്വാളിറ്റി കൺട്രോൾ ഇവിടെ ചെക്ക് ചെയ്യും. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്? ഇവിടെ സോപ്പിന്റെ ഫിനിഷിംഗ് നോക്കും, അപ്പിയറൻസ് നോക്കും, കളർ നോക്കും, നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് നോക്കും. ഓ, ഇത്രയും കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കണം അല്ലേ? ഇതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ലാബിൽ കൊണ്ടുപോകുന്നു, ടെസ്റ്റുകൾ ചെയ്യുന്നു. ലാബിൽ നമ്മൾ മെയിൻ ആയിട്ട് 6 പാരാമീറ്റേഴ്സ് നോക്കും. TFM, ക്ലോറൈഡ്, മോയിസ്ചർ, pH പോലെയുള്ളവ. അതിനുശേഷം നമ്മൾ നമ്മുടെ പാക്കിംഗ് ടീമിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അവരത് പാക്ക് ചെയ്യും. അപ്പൊ ഈ പാക്കിംഗ് എന്ന് പറയുന്നത് മാനുവൽ ആയിട്ടാണോ ചെയ്യുന്നത് അല്ല മെഷീൻ വെച്ചിട്ടാണ്? മെഷീനിലെ പാക്കിംഗും ഉണ്ട്, നമുക്ക് മാനുവലി ചെയ്യുന്ന പാക്കിംഗ് ഉണ്ട്. രണ്ടും ഉണ്ട്. ലിയാന ആയുർവേദിക് സോപ്പ് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. നമ്മുടെ ചർമ്മത്തിലെ ചെറിയ പ്രശ്നങ്ങളായ അലർജി, സ്കിൻ റാഷസ്, ആക്നി തുടങ്ങിയവ പരിഹരിച്ച് ചർമ്മത്തെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആയുർവേദ സോപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു വിശേഷം നമ്മൾ കൃത്യമായിട്ട് എല്ലാം കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്തൊരു യൂണിറ്റും കൂടി ഉണ്ടല്ലേ, സെക്കൻഡ് യൂണിറ്റ്. അപ്പൊ നമ്മൾ ആ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. തീർച്ചയായും. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഈസ്റ്റ് ഏഷ്യൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള അബ്ദുൽ മനാഫ് സാറാണ്. ആയുർവേദത്തിന്റെ നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു ലൈന് കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ ലൈന് വേറെയും സോപ്പിന്റെ ഇവിടെ ഉണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ, ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ നടക്കുന്നത്? നിങ്ങൾ ഇപ്പൊ കണ്ട അതേ പ്രൊസീജിയേഴ്സും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനേക്കാട്ടിലും കുറച്ചൊരു വലിയ ലൈനാണ് ഇവിടെ എന്നുള്ളതാണ്. ഇവിടെ ചെയ്യുന്ന സോപ്പുകൾ വ്യത്യാസമുണ്ട് അല്ലേ? അതെ അതെ. അവിടെ നമ്മൾ കണ്ടത് ആയുർവേദ സോപ്പുകളാണ്. ഇവിടെ നമ്മൾ കോസ്മെറ്റിക്സിലെ കാറ്റഗറിയിൽപ്പെട്ട സോപ്പുകളാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ടും 2 ലൈസൻസിലും 2 പ്രൊസീജിയേഴ്സിലുമാണ് പോകുന്നത്. പൂൾ ബേസ്ഡ് സിസ്റ്റം ആണ് ഈ പറയുന്ന പ്രൊസീജിയേഴ്സിന്റെ മെയിൻ ഭാഗം. നമ്മുടെ ഇൻഗ്രീഡിയൻസിനൊക്കെ തന്നെ അതിൻ്റെതായ ക്യാരക്ടേഴ്സിന് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും കൂളിംഗ് വേണ്ട ഭാഗത്തെല്ലാം കൂളിങ്ങുകളുണ്ട്.
ഓക്കെ. പിന്നെ ഇതിന് നമ്മൾ ഈ പ്രൊസീജിയർ നേരെ അപ്പർ പ്രോഡിലേക്ക് പോകുന്നു. പിന്നെ അതിനുശേഷം വാക്യൂം ചേമ്പർ കഴിഞ്ഞതിന് ശേഷം ബാറായി പുറത്തു വരുന്നു. അതിൽ നമ്മൾ സ്റ്റാമ്പിംഗ് മെഷീനിലേക്ക് വിട്ട് വിവിധ ഷേപ്പുകളിലേക്ക് മാറ്റിയെടുക്കുന്നു. സ്റ്റാമ്പിംഗ് മെഷീൻ നമ്മളൊരു -10 to 15 ഡിഗ്രിയിൽ തണുപ്പിച്ച ഒരു സിസ്റ്റമാണ് അതിനുള്ളത്. ഇതൊരു വലിയൊരു ലൈൻ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? തീർച്ചയായും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടുത്തെ ഈ ഒരു പ്രൊഡക്ഷൻ കാണാൻ. നമുക്ക് ഒരു ദിവസം ഒരു 10 ടൺ വരെ പ്രൊഡക്ഷൻ എടുക്കാവുന്ന ഒരു ലൈനാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം 10 ടൺ വരെ എടുക്കാൻ കഴിയും. ഓ അത് ശരി. അപ്പം ഗംഭീരമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ 2 ലൈനാണ് പാക്കിങ്ങിനുള്ളത്. ഫുള്ളി ഓട്ടോമൈസ്ഡ് ആണ്. ഒന്ന് റാപ്പിംഗ് എന്ന് പറയും, മറ്റത് ഫ്ലോ റാപ്പിംഗ് എന്ന് പറയും. ഈ 2 സിസ്റ്റത്തിലും ഇവിടെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി എടുക്കുന്നു. ഇവിടെ ഈ ഒരു പാക്കിംഗ് നടക്കുന്ന മെഷീൻ വെച്ചിട്ടാണ് അല്ലേ? അതെ, നമ്മൾ മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നു. അതിനുശേഷം പുറത്ത് നമ്മൾ അതിന്റെ ഫിനിഷ്ഡ് രൂപത്തിൽ വരുന്നു. അത് ബോക്സിലേക്ക് ആക്കി ഫിനിഷ്ഡ് ആക്കുന്നു. ഇതിനെല്ലാം നമ്മൾ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ സമയത്ത് ഇതിന്റെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. തീർച്ചയായിട്ടും. ഇവിടെ മറ്റൊരു ഭാഗത്തായിട്ട് കുറെ സ്ത്രീകൾ നിന്നിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. ഇതെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മുടെ ഏറ്റവും നന്നായി പോകുന്ന ഒരു SKU ആണ് നമ്മുടെ ഫാമിലി പാക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഒരു വീട്ടിൽ വിവിധ അഭിരുചികളുള്ള വിവിധ ഫ്രാഗ്രൻസിൽ താല്പര്യമുള്ള ആളുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ്. അതിലൊരു അസോർട്ടഡ് ടൈപ്പുള്ള ഫാമിലി പാക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പാക്കിൽ 4 പീസാണ് ഉണ്ടാവുക. അതിൽ 4ഉം വിവിധ തരം ഫ്രാഗ്രൻസിൽ അടങ്ങിയതായിരിക്കും. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രയത്നത്തിന്റെ ബാക്കിൽ 90% സ്ത്രീകളാണ്. എത്ര ടൈപ്പ് സോപ്പുകൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്? സോപ്പുകൾ വിവിധ ഗ്രേഡുകളുള്ള സോപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്. പല ക്വാളിറ്റിയിൽ പല സെഗ്മെന്റിലായിട്ട് നമ്മൾ ചെയ്യുന്നു. ഈ പോപ്പുലർ സെഗ്മെന്റിൽ ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ കുറച്ചൊരു TFM ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മാനദണ്ഡം ഇത് ഗ്രേഡ് തിരിക്കുന്നതിൽ. അപ്പോൾ അതിൽ ഗ്രേഡ് കുറഞ്ഞ അല്ലെങ്കിൽ ഒരു 3rd ഗ്രേഡ് ഫീൽ ചെയ്യുന്ന സോപ്പുകളാണ് കൂടുതൽ നമ്മൾ ഈ മാസ് സെഗ്മെന്റിൽ നമ്മൾ കൊടുക്കുന്നത്. അതിന് പുറമെ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സുകളുണ്ട്. നമുക്ക് നന്നായി പോകുന്ന നമ്മുടെ ഫാമിലി പാക്ക് എന്ന് പറയുന്നത് ഗ്രേഡ് 2-ലുള്ളതാണ്, 70+ TFM ഉള്ളതാണ്. പിന്നെ ഗ്രേഡ് 1 സെഗ്മെന്റിൽ നമുക്ക് പ്രീമിയം പ്രൊഡക്ട്സുകളുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം സാൻഡൽ സോപ്പ് നമുക്ക് നല്ല റേഞ്ചിലുള്ള നല്ല പ്രൊഡക്റ്റ് വെറ്റിവർ ഓയിലൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള നല്ല റേഞ്ചിലുള്ള പ്രൊഡക്ട്സുകൾ നമുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിൽ നമ്മൾ സ്പെഷ്യൽ സ്കിൻ മോയ്സ്ചറൈസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഗ്രേഡ് 1-ൽ 78 TFM-ൽ പോകുന്ന പ്രൊഡക്ട്സുകൾ നമുക്കുണ്ട്. അങ്ങനെ വിവിധ സെഗ്മെന്റിൽ ഓരോ കാറ്റഗറിയിലെ ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എടുത്ത് പറയേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദ സോപ്പാണ് അല്ലേ? അതെ. ഇങ്ങനെ ഒരു സോപ്പിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? തികച്ചും നമ്മുടെ ഒരു നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ആയുർവേദമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരിതാണ്. ഇതാണ് ഒരു 5000 വർഷത്തിലെ പഴക്കമുള്ള ഒരു സിസ്റ്റമാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത്. അതിനെ കൂടുതൽ ജനകീയമാക്കുക, ജനങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിലേക്ക് ആയുർവേദത്തിന്റെ കൺസെപ്റ്റുകൾ എത്തിക്കുക എന്നുള്ളൊരു താല്പര്യത്തിലാണ് നമ്മളത് ആയുർവേദ സോപ്പിലേക്ക് വരാൻ കാരണം. എത്ര മുതലാണ് നിങ്ങളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സോപ്പുകൾ? നമ്മൾ 10 രൂപ മുതലുള്ള സോപ്പുകൾ നമുക്കുണ്ട്. 10 രൂപ, 20 രൂപ, 30 രൂപ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി പാക്കിന് 99 രൂപയുള്ളൂ. അതുപോലെ ഹൈ റേഞ്ചിലായിട്ട് നമ്മുടെ പ്രീമിയം സാൻഡൽ സോപ്പിന് 3-in-1 പാക്കിൽ 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സോപ്പ് മാത്രമാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മൾ മറ്റ് പ്രൊഡക്ട്സുകൾ, നമുക്കിതൊരു കോസ്മെറ്റിക് യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ പറ്റാവുന്ന പ്രൊഡക്ട്സുകൾ, മറ്റുള്ള ചില ഹോം കെയർ പ്രൊഡക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ കെയറിൽ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഹോം കെയർ ഐറ്റംസ് ആയ നമ്മൾ ഈ എയർ ഫ്രഷേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ സ്ഥിരമായി ഇപ്പോൾ എല്ലാവരും വളരെയധികം നന്നായി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഒരു സൈഡിൽ അതിനുള്ളൊരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന നമ്മുടെ ഡിഷ് വാഷ്, അതുപോലെ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നതിനുള്ള ലിക്വിഡ്, അത്തരം കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടേതായ പ്രോഡക്റ്റ് നിങ്ങളുടെ ബ്രാൻഡിൽ മാത്രമാണോ ചെയ്യുന്നത്, അതല്ലാതെ പുറമെ മറ്റുള്ളവർക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ അടുത്ത് വളരെ ലീഡിംഗ് ആയ പല നല്ല കമ്പനികൾ നമ്മളായിട്ട് അസോസിയേറ്റഡ് ആണ്. അവരുടെ പല പ്രൊഡക്ട്സുകളും നമ്മുടെ പ്ലാന്റിൽ നിന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ കേരള മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്, നമുക്ക് അത്രയും ഒരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ക്വാളിറ്റി ഇതിൽ ഒരു ഹൈ ഗ്രേഡിലുള്ള കമ്പനിയാണ്. നമുക്ക് ISO, GMP, Z സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള കമ്പനിയാണ് നമുക്ക്. കേരളത്തിൽ ശരിക്കും ഒരു സോപ്പ് കമ്പനിയെ കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നത് നേരെ ഈ സ്റ്റേജിലോട്ട് വരാം അല്ലേ? തീർച്ചയായും. എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? നമ്മുടെ വിപണന മെയിനായിട്ട് ഞങ്ങളെ കഴിഞ്ഞ 12 വർഷവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 132 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങൾക്ക് 2 ഡിവിഷനിലായിട്ടുണ്ട്. അവരുടെ മെയിനായിട്ടുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ സഹകരണമാണ് ഞങ്ങളുടെ ഈ കമ്പനിയുടെ വളർച്ച എന്ന് പറയുന്നത്. എക്സ്പോർട്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? എക്സ്പോർട്ട് ബിസിനസ്സുകൾ നമ്മൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 12 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു 13ഓളം എക്സ്പോർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലേക്കായി, പല ബ്രാൻഡുകൾ. നമ്മുടെ ഈസ്റ്റേൺ കൺട്രീസ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, അതുപോലെ ആഫ്രിക്കൻ കൺട്രീസ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകളാണ് എക്സ്പോർട്ടിന് വേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം എക്സ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. ഈസ്റ്റ് ഏഷ്യൻ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
ഓക്കെ, ഞങ്ങൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറേ ഒരു പൈപ്പ് ലൈൻ തന്നെ ഉണ്ട്. അതിലൊരു ഭാഗമായിരുന്നു ഇപ്പം ആയുർവേദിക് ഒരു സെഗ്മെൻറ്റിലേക്ക് വരിക എന്നുള്ളത്. ആയുർവേദത്തിൽ തന്നെ ഇപ്പം നമുക്ക് ഫേസ് ക്രീം, അതുപോലെ തന്നെ നമ്മുടെ പെയിൻ റിലീഫ് ബാം ഓയിൽ, പിന്നെ അതുപോലെ ക്ലിയർ സോപ്പ്, അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. പിന്നെ നമ്മുടെ കുറച്ചും കൂടി പ്രീമിയം സെഗ്മെൻറ്റിൽ കോസ്മെറ്റിക്സിൽ പേഴ്സണൽ കെയറിൽ കുറച്ചും കൂടി ഹൈ എൻഡ് പ്രൊഡക്ട്സുകൾ നമുക്ക് രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ നമ്മുടേതായ ഒരു ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അണ്ടർ ഒരു 3 monthsനുള്ളിൽ നമ്മൾ കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു വിഷൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. 2030 നമ്മളൊരു 100 കോടി ടേൺ ഓവറിലേക്ക് നമ്മുടെ ഗ്രൂപ്പിനെ എത്തിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എൻ്റയർ ടീം അതിൻ്റെ ഒരു ലക്ഷ്യമായി കണ്ടു തന്നെയാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അതിന് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ തന്നെ സപ്പോർട്ടിനൊക്കെ ഉണ്ടാവും എന്നുള്ള വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയാണ് ഈസ്റ്റ് ഏഷ്യൻ സോപ്പ് കമ്പനിയുടെ വിശേഷം. നല്ല അടിപൊളി കാഴ്ചയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. എത്രമാത്രം ഐറ്റം സോപ്പുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമാണോ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തു തരാനും ഈസ്റ്റ് ഏഷ്യൻ കമ്പനി ഇവിടെ റെഡിയാണ്. ഇനി ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.